വളരെ രസകരമായ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ പ്രശ്നം ജനങ്ങൾ വോട്ട് ചെയ്തില്ല. പ്രത്യേകിച്ച് ന്യൂജനൊന്നും തിരിഞ്ഞു നോക്കിയില്ല, സ്ത്രീകളും തിരിഞ്ഞു നോക്കിയില്ല. സാധാരണ 6 മണിയൊക്കെ ആകുമ്പോൾ, 6 മണി വരെയാണ് തിരഞ്ഞെടുപ്പ്, 6 മണിയൊക്കെ ആകുമ്പോൾ നീണ്ട ക്യൂ ആണ്. 9 മണി വരെയൊക്കെ ഇത് ഒരൊറ്റ മനുഷ്യരില്ലായിരുന്നു. സ്ത്രീകൾക്കൊന്നും മതിയായി. കാരണം എങ്ങനെ വോട്ട് ചെയ്യുമെന്നേ. ഒരു വശത്ത് പെൺ വാണിഭക്കാരൻ, വേറൊരു വശത്ത് പെണ്ണ് പിടിയൻ, പിന്നെ അതുവശത്ത് മറൊരു വശത്ത് അയ്യപ്പനെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകണവർ. എന്തൊരു രാഷ്ട്രീയത്തോട് തന്നെ, പൊതുരാഷ്ട്രീയത്തോട് തന്നെ ആളുകൾക്ക് വിശ്വാസ്യത ഇല്ല എന്നാണ് ഗോപകുമാർ സാറിന്, ഡോക്ടർ ഗോപകുമാറിനെ പോലുള്ള ആളുകളും, അതുപോലെ തന്നെ പിന്നെ എന്താണ് ഡോക്ടർ ജയപ്രഭാഷിനെ പോലുള്ള ആളുകളുമൊക്കെ, അനലിസ്റ്റുകൾ, അത് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും അനലിസ്റ്റുകളൊക്കെ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇലക്ഷനോട് താല്പര്യം കുറഞ്ഞു വരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അവർക്ക് കുറേ ആനുകൂല്യമൊക്കെ കൊടുത്തുവെങ്കിലും സ്ത്രീകൾ ഇളകിയിട്ടില്ല, അവർ വോട്ട് ചെയ്തിട്ടില്ല. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ എല്ലാവരെയും അവർ സംശയത്തിൽ നിർത്തുന്നു. രണ്ടാമത് ശബരിമല അയ്യപ്പൻ്റെ വിഷയം, PM ശ്രീയുടെ വിഷയത്തിൽ CPI ആയിട്ടുള്ള ഉടക്ക്, ഇങ്ങനെ വളരെ വലിയ ആൻറ്റി ഇൻകംബൻസും അശ്ലീല രാഷ്ട്രീയമൊക്കെയാണ് കേരളത്തിൽ നടന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ തൂക്ക് സഭയാകും എന്നാണ് കേൾക്കുന്നത്. എന്നാലും CPM ഭരിക്കാൻ സാധ്യതയുണ്ട്. ഒറ്റക്കക്ഷി BJP ആകും, CPM കോൺഗ്രസ് സഹായത്താൽ ഭരിക്കാൻ സാധ്യതയുണ്ട്. കൊല്ലം തീർച്ചയായിട്ടും CPM തന്നെ വരാൻ സാധ്യതയുണ്ട്. എങ്കിലും കഴിഞ്ഞത്ര സീറ്റ് കയറാനുള്ള സാധ്യതയില്ല. അപ്പോൾ കൊല്ലമായി, തിരുവനന്തപുരമായി. എറണാകുളം എന്ന് പറയുന്നത് UDF കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ കിട്ടുന്നൊരു വാർത്ത. UDF കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പിന്നെ തൃശ്ശൂർ തരാതരം കയറി അടിക്കും. ആർക്കാണെന്ന് അറിയാൻ പറ്റത്തില്ല. അത് എങ്ങനെ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് BJP ശക്തമായി അവിടെയുണ്ട്. 24 കഴിഞ്ഞ പ്രാവശ്യം. അത് ശക്തമായി BJP അവിടെയുണ്ട്. ഇനി ഒറ്റക്കക്ഷിയായി BJP വരികയും നേരത്തെ പറഞ്ഞുള്ള CPM കയറി അവിടെ ഗോളടിക്കുകയും ചെയ്യുമോ എന്നുള്ള കാര്യം അറിയില്ല. അതുപോലെ തന്നെ കണ്ണൂരിലേക്ക് പോയി കഴിഞ്ഞാൽ അത് UDF തന്നെയാണ്. അപ്പോൾ 4 പിന്നെ പാലക്കാട് പോയി കഴിഞ്ഞാൽ അത് BJPയിലേക്ക് പോകും. നഗരസഭകളെടുത്താൽ പന്തളം, തൃപ്പൂണിത്തറ, മൊത്തത്തിൽ ഒരു കളക്ഷൻ നോക്കുമ്പോൾ CPMന് വലിയ പരുക്ക് പറ്റും. എന്നാൽ വല്ലാതെ താഴോട്ട് പോകാൻ കഴിയില്ല. കാര്യം പഞ്ചായത്ത് രാജിൽ അങ്ങനെ അവർ പങ്കോട്ട് പോകത്തില്ല. UDFന് ഒരു അപ്പർ ഹാൻഡ് കിട്ടും ഇപ്രാവശ്യം കേരളത്തിൽ. എന്നാൽ ശരിക്കും പറഞ്ഞാൽ BJP ഇല്ലായിരുന്നെങ്കിൽ, നമ്മൾ അങ്ങനെ ചിന്തിക്കണം കേട്ടോ. BJP ഇപ്പോൾ പിക്ചറിൽ വന്നിട്ട് കുറച്ച്, BJP ഇല്ലായിരുന്നെങ്കിൽ അബ്സൊല്യൂട്ട് മെജോറിറ്റിയിലേക്ക്, വളരെ വലിയ മെജോറിറ്റിയിലേക്ക് UDF പോകുമായിരുന്നു. കൃത്യമായിട്ട് BJPയുടെ വോട്ടുകൾ കൂടി, BJPക്ക് ഇപ്പം കിട്ടുന്ന വോട്ടുകൾ കൂടി UDFൻ്റെ വോട്ടാണ് കൂടുതലും. ഒരു 80% UDFൻ്റെ വോട്ടാണ്. അപ്പോൾ BJP ഇല്ലായിരുന്നെങ്കിൽ, BJP എന്ന് പറയുന്ന ഒരു പിക്ചറിൽ ഇല്ലാത്തൊരു തിരഞ്ഞെടുപ്പാണ്, UDF LDF മാത്രമായിരുന്നെങ്കിൽ UDF CPM വിക്ടറി ആയിരുന്നില്ല. പക്ഷേ 3ആയി പങ്കുവയ്ക്കുന്നത് കൊണ്ടാണ് UDFന് ഒരു അപ്പർ ഹാൻഡ്, വളരെ വലിയ അപ്പർ ഹാൻഡ് കിട്ടാതെ എന്നാലും അപ്പർ ഹാൻഡ് ഉണ്ട്. പിന്നെ ഈ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ പാർട്ടിയിലും തമ്മിലടി ബഹളമൊക്കെ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ UDFനുള്ള മറ്റൊരു മെച്ചമെന്ന് പറഞ്ഞാൽ നടന്ന ഉപതെരഞ്ഞെടുപ്പെല്ലാം UDF കൊണ്ടുപോയി. അങ്ങനെ ഒരു മെച്ചമുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്രെൻഡ് വരുന്നുണ്ട്. പിന്നെ സുരേഷ് ഗോപിയുടെ ഒരു ഫാക്ടർ എന്തായാലും തൃശ്ശൂർ ഉണ്ടാകും. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇരിങ്ങാലക്കുട ആ ഭാഗത്ത് ശോഭാ സുരേന്ദ്രൻ ഒരു ഫാക്ടർ. കായംകുളത്ത് ചിലപ്പോൾ സുധാകരനുമായിട്ട് തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് സുധാകരൻ്റെ ആളുകളെല്ലാം കൂടി, സ്നേഹമുള്ള എല്ലാവരും കൂടി കൊണ്ട് CPMന് ഒരു പണി കൊടുത്താൽ കായംകുളത്തെ പ്രതിഭ അവിടെ തെറ്റി നിൽക്കുന്നു, സുധാകരൻ തെറ്റി നിൽക്കുന്നു, ശോഭാ സുരേന്ദ്രൻ അടിച്ചു കയറുന്നു. അത് ചിലപ്പോൾ കായംകുളത്തിന് BJPക്ക് കായംകുളം നഗരസഭയിൽ ഒരു സാധ്യത കയറുന്നുണ്ട്. മാവേലിക്കര നഗരസഭയുണ്ട്. ഇങ്ങനെ ഒരു 10-15 നഗരസഭ ചിലപ്പോൾ BJPക്കും കിട്ടിയേക്കാം. ചിലയിടത്ത് പന്തളം പോകാനും കിട്ടാനും കയ്യിലിരിപ്പ് ഉള്ള കണ്ട് ചിലപ്പോൾ പോകാനും സാധ്യതയുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നോക്കുമ്പോൾ ഒരു UDF മാർജിനലാണ് കിടക്കുന്നത്. മാർജിനലേ ഉള്ളൂ. LDF വല്ലാതെ താഴെ പോകില്ല. പക്ഷേ BJPയും മോശമല്ലാത്ത രീതിയിലുള്ളൊരു പ്രകടനം കേരളത്തിൽ കാഴ്ചവെക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്.